പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ ആരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ ആരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞാൻ യഹോവയെ അവന്റെ നീതിക്കു തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ദുഷ്ടരുടെ അനീതിയും അക്രമവും അവക്ക് തന്നെ നാശമായി തീരുന്ന ദൈവിക നീതിയുടെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ തുടർന്നും സ്തുതിക്കുമെന്ന തീരുമാനം സംശയം കൂടാതെ പ്രസ്താവിക്കുന്നു. ദൈവസന്നിധിയിൽ ഹൃദയപരമാർത്ഥികൾക്കുള്ള സംരക്ഷണവും നീതിപൂർവമായ വിധിയും ആരാധകനെ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രേരിപ്പിക്കുന്നു. തനിക്കെതിരെ രാജദ്രോഹവും വഞ്ചനയും ആരോപിച്ചവർക്ക് എതിരെ ന്യായം നടത്തണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ആരംഭിച്ച സങ്കീർത്തനം ദൈവത്തിന് സ്തുതിയോടും സ്തോത്രത്തോടും കൂടിയാണ് ദാവീദ് അവസാനിപ്പിക്കുന്നത്. നിന്ദിതൻ ആരാധകനായി മാറുന്നു, അപവാദി ലജ്ജിതനായി തീരുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവസന്നിധിയിലെത്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളും. ലഭിക്കാത്തവയെ ഓർത്ത് പിറുപിറുക്കുന്നവരായിട്ടല്ല, ലഭിച്ച നന്മകളെ ഓർത്ത് ദിനംപ്രതി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.